SFIയുടെ പരിച്ഛേദമാണ്. അവിടെ SFIയുടെ മുഖങ്ങളാണ് യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് ചെയർമാനും അടക്കം. അവർ നടത്തിയ കൊടും ക്രൂരകൃത്യം SFIയുടെ മേൽത്തട്ടിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഇടപെടണമായിരുന്നു. ഈ വിഷയത്തിൽ നേരത്തെ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരുപോലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളും ഭരിക്കുന്ന ക്യാമ്പസുകളുണ്ട്, അവിടെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. SFI ആയാലും ABVP ആയാലും KSU ആയാലും ഇന്ന് അവിടെ സന്ദർശിച്ച പ്രമുഖരൊക്കെ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ച് പിടയ്ക്കുകയാണ് ഈ സംഭവം കേൾക്കുമ്പോൾ. അത് കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും ഒക്കെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്, ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വീണ്ടും വീണ്ടും വന്നിരുന്ന് ഇങ്ങനെ പറയും ഇനി ആവർത്തിച്ചുകൂടാ എന്ന്. പക്ഷേ വീണ്ടും വീണ്ടും സംഭവിക്കും, നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത വിധം. ശ്രീഹരി, നിങ്ങളുടെ സംഘടനയ്ക്കുമുണ്ട് ഉത്തരവാദിത്തം ഇത്തരം സംഭവങ്ങൾ തടയുന്നതിൽ. അതില് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട SFIയുടെ സുഹൃത്ത് പറയുകയുണ്ടായി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഇതിൽ പ്രതികളായിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് SFI സമരരംഗത്ത് ഇറങ്ങാത്തത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ പ്രതികളായിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ പറയുന്ന ആളുകളെല്ലാം പിടിച്ചല്ലോ. ഞങ്ങൾ ഈ പറയുന്ന വിഷയത്തിനകത്ത് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നില്ലല്ലോ. നിങ്ങളല്ലേ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ആളുകളെ ഈ പറയുന്നതിൽ SFIക്കാർ പറയുന്നത്. 18 ആളുകളുള്ള ക്രിമിനലുകളെ ഇങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ നടത്തിയപ്പോൾ അവരെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കണമെന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഈ പറയുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആദ്യമായി SFI ABVP അല്ല. അഭിപ്രായപ്പെട്ട സംഘടന SFI ABVP അല്ല. ശരി, ശ്രീഹരി പറയട്ടെ, മറുപടി കൊടുക്കാം. പറഞ്ഞോളൂ ശ്രീഹരി. ഈ SFI ആന്ന് കണ്ടു, SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ. ഞാൻ ഇന്നലെ ആ ഹോസ്റ്റലിനകത്ത് ഈ സംഭവം കണ്ട വിദ്യാർത്ഥിയെ ഇന്നലെ നേരിട്ട് കണ്ടു. അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ആദ്യം അടിച്ചത് SFI യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിലിട്ടിട്ടാ. ആ ചുമരിനകത്തും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. പക്ഷെ ഇവര് നടപ്പിലാക്കിയത് ഏകാധിപത്യവും ഫാസിസവും താലിബാനിസവും ആയിരുന്നു. അവര് പറയുന്ന സമയത്ത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും കണ്ണുനീര് വരാതിരിക്കില്ലാന്ന്. അത്രയും ക്രൂരമായിട്ടാണ് ഇവര് മർദ്ദിച്ചത്. ആദ്യം SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ വെച്ച് ആക്രമിക്കുന്നു, പിന്നീട് തൊട്ടടുത്ത റൂമിലേക്ക്. അതിനുശേഷം മുഴുവൻ ആളുകളും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഷട്ടിൽ കോർട്ടിലേക്ക് കൊണ്ടുവന്ന് നടുമുറ്റത്ത് കൊണ്ട് മർദ്ദിക്കുകയാണ്. ആരാ? SFIയുടെ യൂണിയൻ ചെയർമാൻ, SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, അസോസിയേഷൻ ഭാരവാഹികള്, 6ഓളം SFIയുടെ സജീവ ചുമതലയുള്ള ആളുകൾ. എന്നിട്ട് ഇവരിപ്പോ പറഞ്ഞു നടക്കാൻ 4 പേരെയാണ് പുറത്താക്കിയത്. ആരെ കണ്ണു കെട്ടാൻ വേണ്ടിയിട്ടാണ്? ഈ SFIയുടെ അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റം, SFIയും ഇടതുപക്ഷ എക്കോസിസ്റ്റമാണ് ഈ ക്രൈമിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. 18 വരെ SFI നേതൃത്വം നൽകി ആളെ കെട്ടിത്തൂക്കിയെങ്കിൽ അതിനുശേഷം അധ്യാപക സംഘടനയാണ് ഇടപെട്ടത്. നിങ്ങൾ ഒരു കാര്യം പറയൂ, 22-ാം തീയതി വരെ ഈ ക്രിമിനലുകൾക്ക്, ഈ പൈശാചിക കൃത്യം ചെയ്ത ആളുകൾക്ക് അറ്റൻഡൻസ് നൽകിയിട്ടുണ്ട് ആ ക്യാമ്പസിനകത്ത്. ആ ക്യാമ്പസിനകത്ത് ക്ലാസ്സിൽ കയറി പോയിട്ടുണ്ട്. എന്തേ ഒരു അധ്യാപകന് നട്ടില്ലാണ്ട് പോയി? കാരണം ഇടതുപക്ഷത്തിന്റെ അധ്യാപകർ അവർക്ക് വിടുപടി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പുറത്ത് SFI എന്ന് പറയുന്ന സംഘടന അതിക്രൂരമായിട്ട് പവർ ഇപ്പുറസായിട്ട് ഉണ്ട്. അതേ സമയത്തും എൻ്റെ സിസ്റ്റം സൈലന്റ് ആയി പോവുകയാണ്, യൂണിവേഴ്സിറ്റി മൊത്തം സൈലന്റ് ആവുകയാണ്. ഇത്രയും വലിയ ക്രൈം 3 ദിവസമായിട്ട് നടന്നിട്ട്. അതേപോലെ ഇവര് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി 14-ാം തീയതി ഉണ്ടായ വിഷയമാണെങ്കിൽ 15, 16, 17, 18 എന്തിനു വേണ്ടിയിട്ടാണ് ഞായറാഴ്ച വരെ കാത്തുനിന്നത്? SFIക്കാരന്റെ ബുദ്ധി ഉണരാൻ വേണ്ടി 18-ാം തീയതി വരെ ആവേണ്ടി വന്നു. 18-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ടാണ് അവര് അത്തരത്തിലൊരു പരാതിയും കെട്ടിച്ചമച്ചുകൊണ്ട് 19-ാം തീയതി ഫയൽ സ്വീകരിക്കുന്ന പോലെ. വിദ്യാർത്ഥി മരിച്ചതിന് ശേഷം കൊടുത്ത പരാതിയാണത്. കൃത്യമായിട്ട് ആ കുട്ടികൾ പറയാണ്. അതിനുശേഷം ഇവർ ആക്രമിച്ച കാര്യങ്ങൾ കേൾക്കണല്ലോ. ഇന്നർ വയറിൽ നിർത്തിക്കൊണ്ട് ഈ സിഞ്ചോ എന്ന് പറയുന്ന ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നല്ലോ, അവൻ ഫ്ലൈയിങ് അടിക്കുക ഈ സിദ്ധാർത്ഥിന്റെ ഷോൾഡറിന് നോക്കിയിട്ട്. ഷോൾഡറിനടക്കം അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സിഞ്ചോന്റെ കാലിന് പരിക്ക് പറ്റുന്നു. അങ്ങനെ സിഞ്ചോന്റെ കാലിന് കുറച്ച് ദിവസങ്ങളോളം ബാൻഡേജ് ഇട്ടിട്ടായിരുന്നു അദ്ദേഹം നടന്നത്. അതേപോലെ ഈ അരുൺ എന്ന് പറയുന്ന ചെയർമാൻ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു. ഇതില് ഇവര് കൃത്യമായിട്ട് ഈ ക്രൈം ആസൂത്രിതമാണെന്ന് പറയാനുള്ള മെയിൻ കാരണം വിദ്യാർത്ഥികൾ പറയാണ്. ഇവര് മുഖത്ത് ഒരു രീതിയിലും പാട് അല്ലെങ്കിൽ മാർക്ക് ആക്രമിച്ചതിന്റെ മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് മറ്റു തരത്തിലുള്ള വടികൾ കൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല.
കൃത്യമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ഇവർ നടത്തുന്നത്. ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണുള്ളത്. ആ ക്യാമ്പസിനകത്ത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സംഘടനയുടെ പ്രവർത്തകരല്ല, സംഘടനയുടെ സക്രിയ ഭാരവാഹികളായിട്ടുള്ള ആള് അതിൽ പങ്കാളികളാവുന്നു. സംഘടന എന്ന് പറയുമ്പോ അതൊരു വസ്തു ഒന്നുമല്ലല്ലോ. ഈ സംഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ഭാരവാഹികൾ തന്നെയല്ലേ, അതിന്റെ മുഖമായിട്ടുള്ള ആളുകൾ തന്നെ ഇതിൽ പ്രതിയായിട്ട് വരുന്നു. ഇതില് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ മാത്രം കാണാനില്ല. എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം അവധിയായിരുന്നു, ഇല്ലെങ്കിൽ അന്ന് അദ്ദേഹം ആയിരിക്കട്ടെ മുഖ്യപ്രതി. അത്തരത്തിൽ ആ ക്യാമ്പസിനകത്ത് ക്രൈം അഴിച്ചു വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. 6 ദിവസം കഴിഞ്ഞു ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ആരെയാണ് ചുമതല ന്യായീകരിക്കാൻ CPM ചെന്നിരുന്നു. ഇരുപത്തിരണ്ടാം തീയതി വരെ നിങ്ങൾ വാദ്യങ്ങളുടെ വാവ് കൂട്ടിക്കെട്ട 4 പേരെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ വായ പൂട്ടിക്കെട്ടാനൊന്നുമല്ല ഞങ്ങൾ പുറത്താക്കുന്നത്. ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഒരു മാധ്യമവും രംഗത്ത് വരാത്തപ്പോഴും SFI അതിന്റെ നിലയിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. ABPയുടെ ക്ലാസ്സുകളും വേണ്ട. നിങ്ങളെ ക്ലാസിന്റെ ആവശ്യമില്ല. പിന്നെ പറഞ്ഞല്ലോ നിങ്ങൾ അവിടെ വലിയ നിലയിൽ അതിന്റെ ഏറ്റവും ഭയാനകമായ പൈശാചികമായ വേർഷനാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വെറ്റിനറി കോളേജിനകത്ത് കണ്ടത്. അതിനു വേണ്ടിയിട്ട് SFI ചെയ്ത ക്രൈമിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ സിസ്റ്റം അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. CPM ജില്ലാ സെക്രട്ടറി മുൻകൈ എടുത്തിട്ട് അതിനുശേഷം ഇവർ നടത്തിയ നാടകമുണ്ടല്ലോ. മാർച്ച് 1-ാം തീയതി SFIയുടെ ജില്ലാ സെക്രട്ടറി ക്യാമ്പസിനകത്ത് പോകുന്നു. ആ സമയത്ത് ABVPയുടെ നിരാഹാരം നടക്കുന്നുണ്ട് പുറത്ത്. അതിനകത്ത് യൂണിറ്റ് കമ്മിറ്റി കൂടിയിട്ട് ഇവർ തീരുമാനിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്നലെ വന്ന് പറഞ്ഞതാണ് ആ യൂണിറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന് ശേഷം SFIയുടെ യൂണിയൻ ചെയർമാൻ അരുണിനെ ഹാജരാക്കുന്നു. കേസിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പുറത്തിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പറയുന്ന വിഷയമായി നടത്തുന്ന അവിടെ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ABVPയുടെ ആൾക്കാർ പറഞ്ഞു വെക്കുന്ന നിലപാടിനെതിരായിട്ട് പ്രതിഷേധിക്കണം അവിടെ. അക്ഷയ് അവിടെ സഹതപിക്കുകയാണ്. ആ കുടുംബത്തിന് ആശ്വാസം പകരുകയാണ് വേണ്ടത്. എന്ത് പ്രതിഷേധം അവിടെ ആ കുടുംബത്തിന് ആശ്വാസം പകരാനായിട്ട് അവിടെ പ്രതിഷേധത്തിന് യാതൊരു പ്രസക്തിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും കടന്നു വന്നുകൊണ്ട് പറയുന്ന മറ്റു വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുകയാണ്. മറ്റു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് മുകളിൽ കടന്ന് കയറുകയാണ്. ഈ കുട്ടിയെ സിദ്ധാർത്ഥനെ 10-100 പേർ കാണുക മർദ്ദിക്കുമ്പോൾ അവിടെ കൂടുന്ന ആൾക്കാർക്കൊന്നും അതൊന്നും വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടായില്ലല്ലോ. അവർക്കാണോ പ്രതിഷേധം? അവരെ എന്താ അടിച്ചമർത്തിരിക്കുകയാണ്? എങ്ങനെയാ പറയാ? ശരി.